എന്താ പരുന്ത് ടാറ്റടാ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് തരാം ഞാൻ എനിക്കതിന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറയ്ക്കൂല അതിന്റെ പ്രൂഫ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ലൈവ് വന്നേക്കുന്നത്, മനസ്സിലായോ? അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലത്തെ ക്രിയേറ്റേഴ്സ് 2-3 പേരെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഫേക്ക് ഇൻഫോ ഇതുപോലത്തെ അൻവിൻ നാട്ടുകാരെ പറ്റിച്ച പണം ഈഗിളിന്റെ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു. സുനിൽ ഓജി ഇതിന്റെയൊക്കെ കമന്റ് സെക്ഷൻ കാണണം കേട്ടോ ഗൈസ്. ഈഗിൾ MDMA ഡീലർ എന്തൊക്കെയാണ്. ഞാൻ ഒരു സത്യം നിങ്ങളുടെ അടുത്തൊക്കെ പറയാം, ഈ സ്ഥിരം ഇങ്ങനത്തെ ഊമ്പിത്തരം പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരെ അല്ല വേണ്ടുന്നത്. എന്തെങ്കിലുമൊക്കെ മര്യാദക്ക് ചെയ്ത് മര്യാദക്ക് ഇത്രയും നാൾ നിന്ന ആൾക്കാരുടെ ഒരു ചെറിയ മിസ്റ്റേക്കിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഹോണ്ട് ചെയ്യണത്. ലിറ്ററലി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരെണ്ണം കിട്ടണം, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടണം. ആൻഡ് അടുത്തത് ചെറിയ കാര്യം കിട്ടണമെന്ന് പറയുമ്പോൾ അടുത്തൊരു സ്റ്റോറി വന്നത് ഇതാണ്. ഇതിൽ എന്താ ഈഗിൾ ഗെയിമിംഗ് ഇതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ തെറി വിളിക്കുന്ന ഭാഗം മാത്രം ലൈക്ക് അതൊരു ബ്ലർനെസ് കുറവാണ്, ഇന്റൻസിറ്റി കുറവാണ്. കണ്ട ഞാൻ എവിടെ സ്കാം എന്നൊക്കെ ചോദിക്കുന്ന ഇതുണ്ട്. ഇതിനി നിങ്ങൾക്ക് ഈ അക്കൗണ്ടിന്റെ ഉടമയെ കാണണം. നിങ്ങൾക്ക് ഇതാ 6000 ഫോളോവേഴ്സ് അയക്കുന്ന വോയിസോ, എടാ ഞാൻ നിന്നെ ഉണ്ടല്ലോ, ഞാൻ നിന്റെ അവിടെ വന്ന് അടിക്കും, അത് ചെയ്യും ഇത് ചെയ്യും. ഒരു അമ്മാവനായിട്ട് ഫിദാന്ന് അവന്റെ ഐഡന്റിറ്റിയാ ഫിദ. 6000 ഫോളോവേഴ്സ് ഉണ്ട് ഈ ഫിദയ്ക്ക്. എനിക്ക് മെസ്സേജ് അയക്കുമ്പോ എടാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ റിവീൽ ചെയ്യും. വേറെ രാത്രിയാകുമ്പോ ഇതാണ് രാത്രിയിൽ ഈ അക്കൗണ്ടിൽ നിന്നുള്ള പരിപാടി, മനസ്സിലായ? ഇങ്ങനത്തെ കുറെ അമ്മമാരുണ്ട്. ഇവന്റെയൊക്കെ പ്രൂഫാണ്, ഇതാണ് പ്രൂഫായിട്ട് ഇട്ടേക്കണേ പുള്ളി. ഇതിൽ എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടാ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്, ഈ ഫിദ എന്ന് പറയുന്ന ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്നെ മെൻഷൻ ചെയ്ത് പബ്ലിക് പോസ്റ്റുകളിൽ മൊത്തം ഊമ്പിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അത് ചോദിച്ചപ്പം അവനോടുള്ള കോൺവെർസേഷനാണ് ഈ തെറിവിളി. ഈ വോയിസ് ഒന്നും പ്ലേ പോലും ചെയ്യാൻ പറ്റൂല. എൻ്റെ അമ്മോ, എനിക്ക് തന്നെ ഇതായി പോയി ഇതൊക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ, മനസ്സിലായ? ഇതൊക്കെ അവൻ കൊണ്ട് ഇട്ടോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരുത്തനെ ഞാൻ തിരിച്ച് ഉമ്മ വെക്കണമെന്നാണ് പറയണേ. അല്ല, ഈ തെറി വിളിക്കുന്നത് ഇത്ര സീനി ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്, അവന്റെ DMലാ, അവന്റെ പേഴ്സണൽ DMലാ. ഇതാണ് ഇതുവരെയുള്ള കാര്യം, മനസ്സിലായ? ഇതുവരെയുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള ഇതാണ്. ഇതിനെ ഈ കാര്യത്തിൽ ഇത്രയും വെച്ചിട്ടാണ് എൻ്റെ പേരിൽ ഞാൻ എന്തോ കുറ്റം ചെയ്ത്, ഞാൻ എന്തോ ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരമായിട്ട് എൻ്റെ അടുത്തോണ്ട് ഇരിക്കുന്നത്. രാവിലെ തൊട്ട് കുറെ ഫേക്ക് അക്കൗണ്ട് ആണുങ്ങളുടെ കുറെ ആൾക്കാരുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുക ഞാൻ. എനിക്കിത് കൂടുതൽ നിങ്ങൾക്ക് വേറെ എന്താ വേണ്ടതെന്ന് ചോദിച്ചോ. ഞാൻ എൻ്റെ ഇൻവോൾവ്മെന്റ് വേറെന്താ പറയാ. ഞാൻ ഒന്നുകൂടി പറയുവാണ്, അൻവിന്റെ സൈഡിൽ നിന്നോ അൻവിന്റെ കമ്പനി എന്തിന്റെ സൈഡിൽ നിന്നാണെങ്കിലും 1 രൂപ ഞാൻ എൻ്റെ കൈകൊണ്ട് മേടിച്ചിട്ടുണ്ടെന്ന് ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു പ്രൂഫോ, എൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് മൊത്തം ഞാൻ തരാം, എല്ലാം തരാം. ഈ കിക്കിലെ ചാനൽ, യൂട്യൂബിലെ ചാനൽ, ഇൻസ്റ്റാഗ്രാം, എൻ്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയണം, എൻ്റെ സോഷ്യൽ മീഡിയ 1 രൂപ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് അൻവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും. പക്ഷേ ഈ കണ്ടന്റ് ഇട്ട് എല്ലാവരും തെളിയിക്കണം, ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തെളിയിച്ചില്ലെങ്കിൽ ഈ കോണ്ടന്റ് ഇട്ട കുറച്ച് ആൾക്കാർ, എൻ്റെ ഫോട്ടോയും എൻ്റെ തലയും വെച്ച് ഇട്ട കോണ്ടന്റ് ഇട്ട ഇവിടുത്തെ കുറച്ച് പ്രമുഖന്മാരുടെ എല്ലാം വീട്ടിൽ ഞാൻ നോട്ടീസ് അയക്കും. ഒരു സംശയമില്ല. യു ഹാവ് ടു പ്രൂവ് ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം. തെളിയിച്ചില്ലെങ്കിൽ ഞാൻ 3 ദിവസം സമയം തരാം. 3 ദിവസത്തിനകത്ത് സമയം തരാം. ഞാൻ അത് കഴിയുമ്പോഴത്തേക്കിന് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്ത് പൊക്കോളാം. മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ഡിഫേമേഷൻ കേസ് ഫയൽ ചെയ്യും. അത് എനിക്ക് വേറെ ഇത് ഭീഷണിയൊന്നും അല്ല ബ്രോ. എന്നെ ഇത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്ത്, എന്നെ ഇത് കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്ത്. ഈ ഇന്നലെ 6 മണി തൊട്ട് എന്നെ കുറച്ച് പേര് ഫോൺ വിളിച്ചും കുറച്ച് പേര് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയും എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും എൻ്റെ കസിൻസിൻ്റെ എല്ലാ അക്കൗണ്ടിൽ വന്ന് ഇതാക്കി എൻ്റെ സ്ക്രീൻഷോട്ട്സും ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് എനിക്കുണ്ടായ മെൻ്റൽ ഹറാസ്മെൻറ്റിന് ഞാൻ ഉറപ്പായിട്ടും കേസ് കൊടുക്കും. ബാക്കി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം. ഞാനല്ല അൻവിനെ കേരളത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതൊന്നും. അൻവിൻ്റെ ഓഡിയൻസ് ഓൾറെഡി കേരളയാണ്. ആൻഡ് ഇതുപോലത്തെ റെപ്യൂട്ടഡ് ചാനൽ, സൈന സൗത്ത് പ്ലസ് പോലത്തെ റെപ്യൂട്ടഡ് ചാനൽസും കുറേ പേരും ഇങ്ങനെയുണ്ട്. പിന്നെ വേറൊരുത്തൻ ഇതുകൂടെ കേൾപ്പിച്ചു തരാം. അൻവിൻ എക്സ്പോസ്ഡ് ഒന്നും ഇവിടെ കുറേ ദിവസമായിട്ട് ഈ അൻവിൻ്റെ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അൻവിൻ എൻ്റെ ടീഷർട്ട് കമ്പനിയിൽ ഒരു ഇൻവെസ്റ്ററാണ്, മനസ്സിലായോ? പുള്ളിയുടെ പേഴ്സണൽ കാര്യവും പുള്ളിയുടെ അവിടുത്തെ കാര്യങ്ങളും ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യം, എനിക്ക് കാണേണ്ട ആവശ്യം അൻവിൻ എക്സ്പോസ്ഡ് ഒന്നും. ഇവന്റെ വേറൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഡ്രോയിങ് ഡേയ്സ്
ഈ ലൈവ് കഴിയുമ്പോഴത്തേക്കിന് ഈ വീഡിയോ ഇവിടെ കിടക്കുവാണെങ്കിൽ ഇത് ഞാൻ സ്ട്രൈക്ക് തരും നിനക്ക്, ഒരു സംശയമില്ല. നീ ഏത് തീട്ടമാണേലും എനിക്ക് ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ സ്ട്രൈക്ക് തരും. ഞാനത് ഇവരെ ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ. ക്യാമറയ്ക്ക് മുമ്പിൽ എത്ര നാൾ അഭിനയിച്ചാലും കള്ളത്തരം ഒരു നാൾ പുറത്തു വരും. പരുന്തുവാസുവിന്റെ എത്തിക്സ് ഒക്കെ എവിടെ പോയി? ഇപ്പൊ ഒരു ആരോപണം വന്നപ്പോ അണ്ണനെ മിണ്ടാട്ടമില്ല. ഇതാണോ അണ്ണന്റെ? ക്യാമറയ്ക്ക് മുമ്പിൽ എത്ര നാൾ അഭിനയിച്ചു? എടാ പരുന്തുവാസുവിന്റെ എത്തിക്സ് എന്താണെന്ന് പരുന്തുവാസു വന്ന് പറഞ്ഞോളാം. ഇന്നലെ വൈകുന്നേരം 6 മണിക്കല്ലേ ഇത് വന്നത്. എൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലൈവ് ഇതല്ലേ. ഈ ലൈവിൽ ഞാൻ എൻ്റെ എത്തിക്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായത്? നിന്നെ പോലെ മറ്റേ ഡ്രോയിങ് ഡേയ്സും വണ്ടി ഡേയ്സ് എന്ന് പറഞ്ഞ് മുഖം ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വായിട്ടിട്ട് വെറുതെ ഇരുന്ന് വായ്ത്താളം പറയണമല്ല എൻ്റെ പരിപാടി. മനസ്സിലായ? ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. അടുത്തത് ഗൈസ്, പരുന്തുവാസുവിന്റെ എത്തിക്സ് കളഞ്ഞു പോയിരിക്കുകയാണ്. ആർക്കെങ്കിലും കൈ കിട്ടുവാണെങ്കിൽ ഈഗിൾ ഗെയിമിന്റെ കൊണേടി ബുട്ട് ക്യാമ്പിൽ കൊണ്ടുകൊടുക്കണം. കൊണ്ടുതരണേ. ആരെങ്കിലും കൈ കിട്ടുവാണെങ്കിൽ എനിക്കതൊന്ന് കൊണ്ടുതരണേ പ്ലീസ്. എനിക്കൊന്ന് കൊണ്ടുതരണേ. അല്ലെങ്കിൽ ഇത് ഇവന് ഭയങ്കര വിഷമോ. ആരെങ്കിലും ഒന്ന് കൊണ്ടുതരണേ. ഞാൻ ഒരു കമന്റ് ഇട്ടായിരുന്നു, അവൻ ഡിലീറ്റ് ചെയ്ത് അപ്പൊ തന്നെ. നിന്റെ കമന്റ് ഒന്നും വരില്ലേ? കമന്റ് ഒന്നും വരൂലേ? എത്തിക്സ് പഠിപ്പിക്കണം നീ എന്നെ. എന്റെ എത്തിക്സ് എന്താണെന്ന് എന്റെ ലൈവ് കാണുന്നവർക്കറിയാം. എന്റെ എത്തിക്സ് എന്താണെന്ന്. ഇവരെ ഒന്നും ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു ആപ്പും ഒരു പറയും ഒരു കുണ്ണും ഞാൻ ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായ? ഇവർക്ക് ഉപദ്രവം വരുന്ന ഒരു കാര്യങ്ങളും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു ബ്രാൻഡ് കൊളാബ് പോലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മൈജി അങ്ങനത്തെ കുറച്ച് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ റെപ്യൂട്ടഡ് ഷോപ്സിന്റെ മാത്രമാണ്. അതും ഗെയിമിംഗ് ഇവന്റ്സും ഗെയിമിംഗ് സാധനങ്ങളും മാത്രമാണ്. അല്ലാതെ ഞാനൊന്നും ഇവർക്ക് ഉപദ്രവമുള്ളത് ഞാൻ ഒരു കാര്യമില്ല. ഇവരുടെ ഒന്നും പേരിൽ ഞാൻ പൈസ പിരിക്കുന്ന ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. ബിസിനസ്സസ് ആയിക്കോട്ടെ, ഒന്നും ആയിക്കോട്ടെ, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അത്രത്തോളം കാലം എനിക്ക് എൻ്റെ എത്തിക്സ് ഉണ്ട്. ബാക്കി ഇനി അവർക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ അവർ പറഞ്ഞോട്ടെ ഗൈസ്. ആൻഡ് അൻവിന്റെ സൈഡിൽ നിന്ന് അൻവിന്റെ പോയിന്റ് ഓഫ് വ്യൂ പ്രൂവ് ചെയ്യേണ്ടത് അൻവിനാണ്. സോ അൻവിൻ അത് ചെയ്യും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അൻവിൻ പറഞ്ഞു വീഡിയോ കോണ്ടന്റ് ചെയ്യുന്നുണ്ട്, അവൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആൻഡ് ബാക്കി അവരുടെ ഇഷ്ടമാണ് അത്. അൺടിൽ നമുക്ക് ഈ പറയണത് പോലെ പുള്ളിയുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ പുള്ളിയുടെ പേരിൽ അങ്ങനെ ഒരു സ്കാം അലിഗേഷൻ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ബിസിനസ് പ്ലാനിൽ നിന്ന് ഞാൻ വിഡ്രോ ആവും. സെൽഫായിട്ട് ഞാൻ വിഡ്രോ ആവും ഉറപ്പായിട്ടും. ഞാനത് ഒറ്റയ്ക്ക് തുടങ്ങിക്കോളാം. ഒരു ബിസിനസ് പാർട്ട്ണറും ഇല്ലാതെ കുറച്ച് ലേറ്റ് ആയാലും എനിക്കിത് എന്നെ കൊണ്ട് എന്നത് ചെയ്യാൻ പറ്റുന്നോ ഞാൻ അന്ന് ചെയ്തോളാം. ഓക്കെ, എനിക്ക് ഇത്രയാ പറയാനുള്ളത്. ബാക്കി നിങ്ങൾക്ക് എന്തുവാന്ന് വെച്ചാൽ തീരുമാനിക്കാം ഗൈസ്. ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. ഇത് കേൾക്കേണ്ട എന്താ ആവശ്യമുള്ളത്? എന്നെ പോലെ എത്ര പേരാണ് ആക്ച്വലി ഈ എന്താ പറയാ പുള്ളിയൊക്കെ വെച്ച് കണ്ടന്റ് ചെയ്തതും പുള്ളിയുള്ള ഇതൊക്കെ ചെയ്തതും. ഇതിൽ ഞാൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാണ്? എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ എനിക്ക് ഇതിൽ കൂടുതൽ വേറെ നിങ്ങളുടെ അടുത്തൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ആൻഡ് ഇതുപോലെ ഈ പുള്ളിയുടെ പാസ്റ്റ് വീഡിയോ എനിക്ക് കുറച്ച് പേര് അയച്ചു തന്നായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഈ ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന ഈ പ്രൊഫൈലിലെ പുള്ളിയുടെ പാസ്റ്റിലെ കുറച്ച് ഇഷ്യൂസും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഗൗരി ലക്ഷ്മിയുടെ പുള്ളിക്കാരി സിംഗറിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഇത് കുറച്ച് പാസ്റ്റിലെ കുറച്ച് വീഡിയോസ് എനിക്ക് അയച്ചു തന്നിരുന്നു. എനിക്ക് അതൊന്നും എടുത്ത് കാണിക്കുക, അതൊന്നും ഇതാക്കണ്ടേയും അല്ലെങ്കിൽ ഈ പറയണത് പോലെ അതെടുത്ത് ഡിസ്കസ് ചെയ്ത് പുള്ളിയെ അപരാധിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം എനിക്ക് എൻ്റെ പേരിൽ വന്ന അലിഗേഷൻ പബ്ലിക്കലി പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അത് ഞാൻ കഴിഞ്ഞ്. അന്നേരം എനിക്ക് അതിൽ കൂടുതൽ വേറെ ഈ സാധനങ്ങളൊന്നും എടുത്ത് വെച്ച് കാണിക്കുക, ഇത് അപരാധിക്കാൻ വേണ്ട. ആൻഡ് ഈ പാട്ടിട്ട് സ്റ്റോറി ഇട്ടവന്മാരടുത്തും അതിലെല്ലാം അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ എനിക്ക് വന്ന ഇതെല്ലാം ഞാൻ സ്റ്റോറി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പാട്ടിട്ടവന് ഞാൻ പാട്ടോടുകൂടി കൊടുത്തോളാം. അവന് പാട്ടോടുകൂടി ഞാൻ കൈ കൊടുത്തോളാം. പാട്ടിട്ടവനെ തെക്കിക്ക് ഞാൻ കൈയോടെ കൊടുത്തോളാം. അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തോളാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ട്. 3 ദിവസം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വെരിഫൈ ചെയ്യാം. ഓൾ ദ ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിലുണ്ടാവും, ഒരെണ്ണം പോലും ഇല്ലാതെ. കാരണം നിങ്ങളുടെയൊക്കെ റെപ്യൂട്ടഡ് പ്രൊഫൈലാണ്, വെരിഫൈഡ് പ്രൊഫൈലാണ്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ ഞാൻ എൻ്റെ മാനേജർ, എൻ്റെ കസിനായിട്ടുള്ള വിനീതിനെ ഞാൻ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിനീതിന് മെസ്സേജ് അയച്ചാൽ ഇതാകും. അത് എന്നെ റീച്ച് ഔട്ട് ചെയ്തിട്ട് കിട്ടിയില്ല എന്നൊരു റീസൺ വേണ്ട. ഞാൻ 3 ദിവസം വെയിറ്റ് ചെയ്യാം. 3 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു അക്യൂസിഷനിൽ ഞാൻ വന്ന് പെട്ടതിന് അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിഫമേഷൻ കേസ് ഞാൻ ഫയൽ ചെയ്യും എന്തായാലും. ഞാൻ എൻ്റെ വക്കീലിൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ സംസാരിച്ചിട്ടാണ് ഈ ലൈവ് ഇടുന്നത്. സോ അത് ചെയ്യാൻ പറ്റും എന്ന് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഓൾറെഡി ഉറപ്പ് വന്നിട്ടുണ്ട്. ഞാൻ അത് ചെയ്യും. എനിക്കിത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അണ്ടിൽ ഞാൻ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു പരിപാടി ആൾക്കാരെ മൂഞ്ചിക്കുന്ന അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.
ആൻഡ് ഇത് എനിക്കൊരു സീരീസ് ഓഫ് വീഡിയോ ആയിട്ട് ചെയ്ത് ഈ കിക്കിലില്ലാത്തവരെയും എൻ്റെ ലൈവ് കാണാത്തവരെയും ഇതിനകത്തോട്ട് വലിച്ചു വരുത്തി എനിക്കിരുന്ന് റവന്യൂ കൂട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു സാധനം ബാക്ക് ടു ബാക്ക് നിൽക്കുവാണെങ്കിൽ ഞാൻ ലൈവ് ഇടത്തില്ല കുറച്ച് ദിവസം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനോട് ഇത് ചോദിക്കാൻ എൻ്റെ ചാറ്റിൽ വരുന്ന വ്യൂവർഷിപ്പ് എനിക്ക് വേണ്ട. എനിക്ക് ഈ വ്യൂവർഷിപ്പ് വേണ്ട. ഇത് സമാധാനം ഇല്ലാത്ത പൈസയും സമാധാനം ഇല്ലാത്ത ഫേഴ്സ്ഡ് മണിയാണ് ഇത്. ശരിക്കും ഇതെനിക്ക് വേണ്ട. ഞാനിത് യൂട്യൂബിൽ ഇന്ന് ലൈവ് ഇടാൻ എന്താന്ന് പറഞ്ഞാൽ ഇന്ന് കിക്കിലായിട്ട് 23,000 പേര് വന്നു. യൂട്യൂബിൽ ഇട്ടിരുന്ന 50,000 പേര് വന്നേനെ. യൂട്യൂബിൽ ഇട്ടിരുന്ന 50,000 പേര് വന്നേനെ. എനിക്ക് ഉറപ്പാ, ഒരു സംശയമില്ല. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പിൽ ഇത് ഇത്രയും പേര് ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, സാധാരണ എൻ്റെ ലൈവ് കാണുന്നതിലും 10,000 പേര് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിൽ എത്ര പേര് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ആ വ്യൂവർഷിപ്പ് വേണ്ട. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ ജെന്യൂനായിട്ട് പറയുകയാണ്. എനിക്ക് ചില ആൾക്കാർക്ക് കോൺട്രവേഴ്സി ഉണ്ടാകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ കണ്ടന്റിൻ്റെ ചാകരയായിരിക്കും. എനിക്കത് വേണ്ട. ഇതൊരു ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞും ഇതൊക്കെ ആയിട്ട് ഞാൻ മനസ്സമാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ട്രീം ചെയ്തുകൊണ്ട് പോകുകയാണ്. ഈ വർഷം തന്നെ 3ാമത്തെ കാര്യത്തിൽ പോയി പെടേണ്ട വന്നതാണ്. ഒന്ന് എൻ്റെ ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള TV ഇഷ്യൂ ആയിരുന്നു, പിന്നെ ഒരെണ്ണം മറ്റേ ബോക്സിംഗ് യൂണിവേഴ്സ്, പിന്നത്തെ ഇതിലേക്ക് വന്ന് ഈ 3ാമത്തിൽ എന്നെ ഒരു കാര്യമില്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡ്രാഗ് ചെയ്തതാണ്. പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പുള്ളിയുടെ കാര്യം നോക്കുക. എന്നെ അതിലോട്ട് വലിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് നിങ്ങൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളത് വരുത്തി തീർത്ത് കഴിച്ചു. കുറേ പേര് ഇന്ന് എനിക്ക് വിഷമം വന്ന വേറൊരു കാര്യോടെ പറയാം. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാതെ എന്നെ ഫോളോ അപ്പ് ചെയ്ത് എൻ്റെ RP കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂരിപക്ഷം ഓഫ് ഓഡിയൻസ് കുറേ RPയുടെ മെസ്സേജസ് മേളിൽ അയച്ചിട്ടുള്ള ആൾക്കാർ വരെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വന്ന് ഇന്ന് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് മെസ്സേജ് അതെനിക്ക് കുറച്ച് വിഷമം വന്നു. സത്യം പറയാമല്ലോ, അതെനിക്ക് വിഷമം വന്നു. ഞാൻ ഇത്രയും നാളായില്ലടാ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇതിൽ എന്തൊക്കെ ഓഫർ കിട്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ പൈസ സ്കാം ചെയ്യുക, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വിറ്റ് ഇതാക്കുക, അങ്ങനത്തെ സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. റൂട്ടറിൽ എനിക്ക് എഗ്രിമെന്റ് കിട്ടിയപ്പോൾ പോലും പേ ടു വാച്ച് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഏറ്റവും ഡൗൺ ടൈമിൽ പോലും അങ്ങനെ ഒരു കോൺട്രാക്ട് എടുക്കാൻ. അത് പേ ടു വാച്ച് ആയിരുന്നു. നിങ്ങൾക്ക് 19 രൂപ കൊടുക്കണം എൻ്റെ ലൈവ് കാണണമെങ്കിൽ. ആ സാധനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഡൗൺ ടൈമിൽ എനിക്ക് കിട്ടിയ കോൺട്രാക്ട് ആവുന്നത്. വേറെ ഒരിക്കലും ഒരു കോൺട്രാക്ട് ഇല്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു കോൺട്രാക്ട് എൻ്റെ ഫാമിലിയെ നോക്കാൻ എനിക്ക് ആ സമയത്ത് വേണ്ടി വന്നു. എൻ്റെ ഇൻകം ടാക്സ് ബർഡൻ ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും ഞാൻ അത് റിജക്ട് ചെയ്തതാണ്. ഞാൻ അങ്ങനെ ഒരു സാധനം എൻ്റെ എത്തിക്സിന് പുറത്ത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം എനിക്കത് ഗൈസ് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പടച്ചു വിടുന്ന സമയത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ കേൾക്കാതെ അവരെ ക്രിട്ടിസൈസ് ചെയ്യരുത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെറുതെ ഒരാൾ വന്ന് വീഡിയോ ഇടുക, ഓക്കെ അവൻ മെസ്സേജ് അയച്ചായിരുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ഓപ്പോസിറ്റ് നിന്ന ആൾ മെസ്സേജ് അയച്ചോ ഇല്ലയോ എന്നുള്ളത് അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ക്രിട്ടിസൈസ് ചെയ്താൽ കൊള്ളാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് വേറെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. സീരിയസ് ആയിട്ട് ഇതെനിക്ക് കുറച്ച് ഫീൽ ബാഡ് ആയ കാര്യമാണ്, പറയാതിരിക്കാൻ വയ്യ. ഇവിടെ നാട്ടില് ഫേക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി കലാപവും മറ്റേ രണ്ട് മതങ്ങളെ തമ്മി തല്ലിക്കാനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം വന്ന് ചിൽ കണ്ടന്റും പ്രൊമോഷൻ ചെയ്യുന്നവർക്കൊന്നും ഇല്ലാത്ത എന്താ പറയുക, അവരെ ഒന്നും ബ്ലെയിം ചെയ്യാത്ത രീതിയിലത്തെ ബ്ലെയിമിംഗ് ആണ് ഇന്നലെ 6 മണി തൊട്ട് ഇന്ന് വരെ ഈ ഒരു ചെറിയ കാര്യത്തിന് എനിക്ക് വേണ്ടി കിട്ടിക്കൊണ്ടിരുന്നത്. അവരൊക്കെ ഇപ്പൊ കോണ്ടന്റ്സും മറ്റേ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യണം. നിങ്ങളൊക്കെ മറന്നുപോയോ? എല്ലാവരും നിങ്ങളൊക്കെ മറന്നുപോയോ? ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇതുപോലെ ഇതാക്കി വിട്ട് എന്നിട്ട് ഈ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം ഡിസ്കസ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. ഗൈസ്, എൻഡ് ഓഫ് ദ ഡേ ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും ഒരു കാര്യം പറയാം. ഈ സ്റ്റോറി റിവ്യൂസ് ബൂസ്റ്റ് ചെയ്യുന്നവർ, ഫോളോവേഴ്സ് ബൂസ്റ്റ് ചെയ്യുന്നവരിൽ ഞാൻ ആയിക്കോട്ടെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഞങ്ങളെല്ലാം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. നിങ്ങൾ ഇത് കാണാൻ പല ആൾക്കാരുടെ അടുത്ത് പോകുന്നതിൻ്റെ അന്ന് നഷ്ടമാവുന്ന സമയം നിങ്ങൾക്ക് മാത്രമാണ്. ഇത് കഴിയുമ്പോൾ അടുത്ത ആളുടെ കണ്ടന്റ് വരും അവിടെ. അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റ് സോൾവ് ആകുമ്പോൾ അടുത്ത ആളുടെ കണ്ടന്റ് വരും. അത് കാണാൻ നിങ്ങൾ വീണ്ടും അവിടെ പോകും. അപ്പോൾ അവരുടെ രണ്ടുപേരും നിങ്ങൾ തമ്മിൽ തല്ലാൻ പോകും. ആരുടെ സമയം പോണേ? നിങ്ങളുടെ സമയമാണ്. ഓർത്താൽ മതി. ഈ ക്രിയേറ്റേഴ്സ് എല്ലാം ഇതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കും. എല്ലാവരും ഉണ്ടാക്കും. നിങ്ങൾ ആലോചിച്ചിട്ട് ബാക്കി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എനിക്ക് ഇത് ഇങ്ങനെ തലയെ കയറ്റിക്കൊണ്ട് നടക്കാൻ വയ്യ കേസ്. എനിക്ക് ഇന്നലെ തൊട്ട് ഇതുപോലെ ഞാൻ എന്തോ വലിയ ക്രൂരത എന്തോ ചെയ്ത പോലെയാണ് എനിക്ക് വരുന്ന മെസ്സേജസും എനിക്ക് വരുന്ന മെൻഷൻസും എൻ്റെ കമൻസ്, എൻ്റെ പാട്ടിൻ്റെ ഒക്കെ കമന്റ് സെക്ഷൻസ് നിങ്ങൾ എടുത്ത് നോക്കി നോക്ക്. ലേറ്റസ്റ്റ് മെസ്സേജസ് എടുത്ത് നോക്ക്.
കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറും എല്ലാം വേണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എൻ്റെ വീഡിയോ ഇത് ചെയ്ത എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെയും മെസ്സേജസ് ഞാൻ ഈ ലൈവ് കഴിയുമ്പോൾ ഇന്ന് ചെക്ക് ചെയ്യും. ത്രൂ ഔട്ട് ദ 3 days ഞാനത് ചെക്ക് ചെയ്യും. അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് റിപ്ലൈ വന്നോ ഇല്ലയോ എന്ന് ഞാൻ നോക്കും. ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യും. 3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. അല്ലാതെ ഇത് ഇതിലെന്തായാലും ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ ഞാൻ മറ്റേ ആൾക്കാരെ സ്കാം ചെയ്ത് എന്നുള്ളൊരു രീതിയിലോട്ട് വന്ന് ഇതിൽ നിൽക്കാൻ ഞാൻ ഡിസേർവ്ഡ് അല്ല. കാള പറ്റുന്ന കേൾക്കുമ്പോഴേ കയറെടുത്തോണ്ട് ഓരോരുത്തന്മാർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഇറങ്ങണം. ഇത്രേ ഉള്ളൂ. കോൺട്രവേഴ്സി കേൾക്കാൻ വന്ന എല്ലാവർക്കും ഫീൽ ഫ്രീ ടു ലീവ് ദ ലൈവ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഗൈസ്. എനിക്ക് ഇതിൽ കൂടുതൽ ആരെ ഇരുന്ന് തെറി വിളിക്കുക അവരാധിക്കൊന്നും വേണ്ട. ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക. അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ലൈവിലും ഇതിന് മുമ്പത്തെ ലൈവുകളും കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് മുകളിലോട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈവൻ ദോ ലൈക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചോദിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുകയുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചോദിക്കാം. എന്താ നിങ്ങൾക്ക് അറിയല്ലേ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? ആൻഡ് ഒരു കാര്യം കൂടെ ക്ലാരിഫൈ ചെയ്യുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് അൻവിൻ്റെ ക്ലോത്തിങ് ബ്രാൻഡ്, എൻ്റെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. വേറെ ആളുമായിട്ട് പുള്ളിയുടെ വേറെ അതർ ബിസിനസ് ആയിക്കോട്ടെ, വേറെ ഒന്നുമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനിലും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അഷ്കർ ടെക്കി ഇഷ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ബ്രോ. അതായത് പുള്ളിക്ക് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ലാസ്റ്റിൽ എന്താ പറഞ്ഞത് ഗൈസ്, ഞാൻ കഴിഞ്ഞ എൻ്റെ ആനാൻഷയുടെ കേസിൽ പോലും ഞാൻ എന്താ പറഞ്ഞേ, എൻ്റെ വൺ ഓഫ് ദ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ആയിരുന്നു പുള്ളി ഇത് ചെയ്തപ്പോൾ എനിക്ക് വിഷമമായി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിൽ വെച്ച് ഗ്രഡ്ജാക്കി, ഈവൻ ദോ എൻ്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ലാഞ്ഞിട്ട് പോലും രാവിലെ ഞാൻ ഉറക്കം എണ്ണീറ്റപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് എനിക്കൊരു മെൻഷൻ വരുന്നു. എന്നാൽ അറ്റ്ലീസ്റ്റ് അതെന്താണെന്നൊന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് ജസ്റ്റ് അന്വേഷിച്ചിട്ട് അത് ചെയ്തില്ല. പകരം നേരെ ഈ ഡിഫേമേഷൻ ചെയ്തതിന് ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ലീഗലി ചെയ്തോളാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിലിരുന്ന് കൊണയടിക്കണ്ട. ഓക്കെ, അതേ ഉള്ളൂ. എനിക്ക് ഇതിനകത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ വീഡിയോ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ബാക്കി നമുക്ക് നമ്മുടെ അടുത്ത് പ്രൂഫും കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതാണ് എൻ്റെ ഇത്. ഇപ്പോൾ കോൺട്രവേഴ്സി കേൾക്കാൻ വന്ന ഓഡിയൻസിനോടെല്ലാം ബൈ. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ എന്ന് ഞാൻ നോക്കി നോക്കിക്കോട്ടെ. ഞാൻ എല്ലാ മെസ്സേജസും ഞാൻ വാട്സപ്പ് വെബിലോട്ട് ഇതയച്ചായിരുന്നു. ഇല്ല, എല്ലാം നിങ്ങളെ അയച്ചതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു. ഇത്ര സാധനമേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നുമില്ല. ഇതാണ് എനിക്ക് മെയിനായിട്ട് വന്ന ചോദ്യങ്ങൾ. ഇതാണ് ഈ തെറിവിളിയുടെ ഇതെന്തായിരുന്നു എന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയാം, ഇങ്ങനത്തെ സ്വന്തം ഐഡന്റിറ്റി പോലും ഇല്ലാത്ത ആണും പെണ്ണും കെട്ട വർഗ്ഗങ്ങൾ വന്നിരുന്ന് കമന്റ് ബോക്സിലോ ഇൻബോക്സിലോ വന്ന് എന്നെ തെറി വിളിച്ച ഇവനെയൊക്കെ, ഈ ശിഖണ്ഡി തലേനെയൊക്കെ ഞാൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്യും. എൻ്റെ ഇൻബോക്സിൽ തള്ളക്ക് എന്നെ വിളിക്കും. ഇവനെയൊക്കെ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ഇത് തെറ്റാണെങ്കിൽ ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. ഇത് തെറ്റാണെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി മൂലക്കിരുന്ന് ഇതുപോലെ വന്ന് എൻ്റെ ഇൻബോക്സിൽ വന്ന് പറയുന്നവന്മാരെയും, അതുപോലെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നവന്മാരെ ഞാൻ ഇതിനകത്ത് ഇതാക്കും. ഒരു സംശയവും. അത് തെറ്റാണെങ്കിൽ അങ്ങ് തെറ്റായിരുന്നോട്ടെ. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു. പിന്നെ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ലീച്ച് ക്രിയേറ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. ജസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷം മാത്രം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. വേറൊന്നും എനിക്ക് പറയാനില്ല. ബ്രോ ആരുടെയും കാര്യം പറയണ്ട, ജസ്റ്റ് സ്ട്രീം ഫോർ റെഗുലർ വാച്ചേഴ്സ്. ഞാൻ അത് തന്നെ ചെയ്യണ്ട ബ്രോ. ഞാൻ അത് തന്നെ ചെയ്യണ്ടേ എനിക്ക്. പക്ഷേ ഞാൻ പറയാമല്ലോ ഗൈസ്, ഇത് ഞാനിപ്പോ ഉണ്ടല്ലോ ഇഗ്നോർ ചെയ്തിട്ട് പോയാൽ പറയും, ഓ അൻവിന്റെ പൈസ മേടിച്ച് നക്കി പണത്തിന് മോളെ പരുന്ത് പറക്കൂല. വെയിറ്റ്, ഞാൻ അതും കൂടി അങ്ങ് കാണിച്ചു തരാം. റൂമോ എന്താടാ വന്നേ ഏജന്റ് മാത്രം ഡോഗ്സും അവിടുത്തെ ലൈഫായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരു സീൻ. ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം.
ഡിലീറ്റ് ചെയ്തോ? ഇവൻ ആരായാലും നമുക്കെന്താ, നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിതമുള്ളൂ. സത്യം. എന്തിയേ കമന്റ്സ് ഒക്കെ എന്തിയേ? ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത്. ഇതിലെ കമന്റ് സെക്ഷനൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അത് കാണുന്നില്ലല്ലോ. ഈഗിളിന്റെ കമന്റ് ഡിലീറ്റ് ആക്കിയല്ലോ ഉണ്ടാവുന്ന. ഞാൻ കമന്റ് ഇട്ടല്ലോ അതിന്. നെക്സ്റ്റ് കാക്കാജി വാസു ഈഗിളിനെ എക്സ്പോസ് ചെയ്യണം. അവൻ ഇതിനേക്കാൾ വലിയ ഫ്രോഡാണ്. പണത്തിന് മേതെ പരുന്തും പറക്കൂല. പണത്തിന് മേതെ പരുന്തും പറക്കൂല. എല്ലാ കാര്യത്തിലും 100 നാവും അഭിപ്രായമുള്ളവന് സ്വന്തം ബിസിനസ് പാർട്ട്ണർ ഫ്രോഡ് കാണിച്ചിട്ടൊന്നും മിണ്ടാനില്ല. അവൻ ക്യാഷ് മേടിച്ച് നക്കിയതല്ലേ, എങ്ങനെ മിണ്ടും? ക്യാഷ് മാത്രം അല്ലായിരിക്കും നക്കിയേ. രാഘവൻ, കുന്നുമ്മേൽ രാഘവൻ. എടാ ഇവനെയൊക്കെ ഞാൻ എന്ത് പറയണോ ഗൈസ്? എന്താ ഞാൻ ഇതൊക്കെ എന്താലേ ഇത് എടാ ഇതിന്റെയൊക്കെ കമന്റ്. ഇവരാണ് ശരിക്കും ഈ ഒരു പണിയില്ലാതെ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, മനസ്സിലായ? ഇവൻ എൻ്റെ ഈ സെയിം ഡയലോഗ് ഇവൻ എൻ്റെ ഇൻസ്റ്റഗ്രാമില് കഴിഞ്ഞ എല്ലാ വീഡിയോസിലും കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തേക്കുക, ഈ സെയിം സാധനം.